ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പം ഇതീരിയത്തിൽ എടുത്തൊരു ട്രേഡിൻ്റെ ഒരു സെറ്റപ്പ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. റൈറ്റ്, അത് ഇപ്പം ഡൗട്ട് ചോദിച്ചത് കൊണ്ടാണ്. റൈറ്റ്, ഇപ്പം നിങ്ങൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇതീരിയം ഒരു ഡൗൺ ട്രെൻഡിലാണ്, ഡൗൺ സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ക്യാൻഡിൽ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. ഈ ക്യാൻഡിൽ ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടില്ല, അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. റൈറ്റ്, നമ്മുടെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്, എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് താഴത്തേക്ക് വരുമ്പോൾ ഞാൻ എപ്പോഴും ഇൻറ്റേർണൽ ലിക്വിഡിറ്റിയാണ് നോക്കാറുള്ളത്. റൈറ്റ്, ഇവിടെ നമുക്കൊരു ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അതിനെ ടാപ്പ് ചെയ്തു, മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് റിവേഴ്സ് ചെയ്തു. പിന്നെ അതിൻ്റെ താഴെ കിടക്കുന്ന എവിടെയാണ്, നമുക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിടപ്പുണ്ട്. റൈറ്റ്, അപ്പോൾ ഞാൻ ഏകദേശം എതീരിയത്തിൻ്റെ ട്രേഡ് കണ്ടത് ഈ ഒരു പോർഷനിലാണ്, ഇദ്ദേഹത്തിൻ്റെ ചാർട്ട്. റൈറ്റ്, അപ്പം ഈ ഒരു ക്യാൻഡിൽ വന്ന് ടാപ്പ് ചെയ്തു. റൈറ്റ്, ഈ ഒരു ക്യാൻഡിൽ വന്ന് ടാപ്പ് ചെയ്തു, നമ്മുടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും അതോടൊപ്പം തന്നെ ആ ഒരു സ്വിങ്ങിൽ നിന്ന് വന്ന ഒരു ഓർഡർ ബ്ലോക്കും ഇവിടെ ഓർഡർ ബ്ലോക്ക് നമുക്കിവിടെ കിടപ്പുണ്ട്. റൈറ്റ്, ഇതാണ് നമ്മുടെ ഓർഡർ ബ്ലോക്ക് എന്ന് വിചാരിക്കുക. റൈറ്റ്, ഇതാണ് നമ്മുടെ ഓർഡർ ബ്ലോക്ക്. അതിൻ്റെ മേലിൽ ചെറുതായിട്ടൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. സോ മാർക്കറ്റ് ഒരു ഡിമാൻഡ് സോണിൽ വന്ന് ടാപ്പ് ചെയ്തു, ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്ന് ടാപ്പ് ചെയ്തു, ലിക്വിഡിറ്റി പോയിന്റ് വന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അപ്പ് സൈഡിലേക്ക് പോകണം. സോ ഈ ക്യാൻഡിൽ വന്ന് ടാപ്പ് ചെയ്ത് ക്ലോസ് ആയി. സോ ഇവിടുന്ന് വന്നിരിക്കുന്ന ബയേഴ്സ് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം, ഇവർക്ക് പ്രീവിയസ് ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി സോണിലേക്ക് ടാപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇവിടുന്ന് റിവേഴ്സൽ എടുക്കണം. അപ്പോൾ റിവേഴ്സൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരൊരു ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലിക്വിഡിറ്റി, അതായത് ഇൻറ്റേർണൽ ലിക്വിഡിറ്റി, ഫെയർ വാല്യൂ ഗ്യാപ്പ് വരുന്ന ഇൻറ്റേർണൽ ലിക്വിഡിറ്റി. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്വിങ്, ഈ ഒരു സ്വിങ് ആകാം, ഇല്ലെങ്കിൽ നമുക്ക് ഇതിനൊരു ഫെയർ വാല്യൂ ഗ്യാപ്പായിട്ട് എടുക്കാം. ഇതും അപ്പ് സൈഡിലേക്കുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. സോ ഒരു പോയിന്റിൽ, ഒരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി പോയിന്റ് അല്ലെങ്കിൽ റിവേഴ്സൽ പോയിന്റിൽ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പ്രോപ്പറായിട്ട് ബയേഴ്സ് എൻ്റർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് അപ്പ് സൈഡിലേക്ക് പോകാൻ മാർക്കറ്റിന് ആവശ്യമായിട്ടുള്ള ലിക്വിഡിറ്റി ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യണം, അപ്പ് സൈഡിലേക്ക് റിവേഴ്സ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഈ ഒരു ടാർഗറ്റോ അതിനുശേഷം അപ്പ് സൈഡിലേക്കോ ടാപ്പ് ചെയ്യണം. സോ ഇവിടുത്തെ ഒരു കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് പ്രീവിയസ് ക്യാൻഡിലെ ഹൈ പോലും അത് ടാപ്പ് ചെയ്തിട്ടില്ല. ഇവിടെ നോക്കുക, ആ ഒരു ലിക്വിഡിറ്റിയിലോട്ട് പോലും മാർക്കറ്റ് വന്നിട്ടില്ല. നെക്സ്റ്റ് ക്യാൻഡിൽ എന്ത് പറ്റി, പിന്നെ അത് താഴത്തേക്ക് വന്നു, ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ പിന്നെയും ടാപ്പ് ചെയ്തു. ഇതിൻ്റെ അർത്ഥം മാർക്കറ്റിന് അപ്പ് സൈഡിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള ലിക്വിഡിറ്റി, മാർക്കറ്റിൻ്റെ ഒരു ഫ്യൂവൽ എന്ന് പറയുന്നത് എപ്പോഴും ലിക്വിഡിറ്റിയാണ്. ആ ലിക്വിഡിറ്റി ഇപ്പോഴും മാർക്കറ്റിന് അത്ര മേലിലോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ലിക്വിഡിറ്റി അവൈലബിൾ ആയിട്ടില്ല, ഇല്ലെങ്കിൽ അത് ക്യാപ്ചർ ചെയ്തിട്ടില്ലെന്നുള്ള അർത്ഥം. ഇനി നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതിന് അപ്പ് സൈഡ് അല്ല പോകേണ്ടതെങ്കിൽ, അപ്പ് സൈഡിലേക്ക് പോകാനുള്ള ഒരു ഒരു സൈനും ഇത് തരുന്നില്ലെന്നുണ്ടെങ്കിൽ ഇനി മാർക്കറ്റിന് എവിടെയാണ്, മാർക്കറ്റ് ഇനിയും ഡൗൺ സൈഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പോകാൻ സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ ഈ നെക്സ്റ്റ് ലിക്വിഡിറ്റി പോയിന്റ് വരുന്നതെന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും, ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ താഴെ ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, ഈ 2 hours ക്യാൻഡിലെ ലോ. റൈറ്റ്, അതിൻ്റെ താഴെ ഈ ഒരു ക്യാൻഡിലെ ലോ, അതിൻ്റെ താഴെ ഈ ലേറ്റസ്റ്റ് ക്യാൻഡിൽ, അതായത് ഈ ഒരു സ്വിങ്ങിൻ്റെ ലോ. ഈ പോയിന്റിൽ എല്ലായിടത്തും ആയിരിക്കും നമുക്ക് ലിക്വിഡിറ്റി കിട്ടാൻ സാധ്യതയുള്ളത്. സോ ഈ ഒരു പോയിന്റിൽ ഇപ്പം മാർക്കറ്റിന് ആവശ്യത്തിലുള്ള ലിക്വിഡിറ്റി കിട്ടിയിട്ടില്ല. അപ്പം മാർക്കറ്റ് ഒന്നുകൂടെ ഡൗൺ സൈഡിലേക്ക് ഒരു ഡിപ്പ് തരാൻ സാധ്യതയുണ്ട്. ഇതാണ് എൻ്റെ ഒരു ഡയറക്ഷൻ അനാലിസിസ്. മാർക്കറ്റിൻ്റെ ഡയറക്ഷനാണ് നമ്മൾ ആദ്യം കണ്ടെത്തുന്നത്. ഓക്കെ, എനിക്കിപ്പോൾ ബിയറിഷ് ഡയറക്ഷൻ കൺഫേം ആയി. ഇനി എൻ്റെ അടുത്തൊരു റിക്വയർമെൻ്റ് എന്ന് പറയുന്നത്, ഓക്കെ എൻ്റെ ഡയറക്ഷൻ ഇതാണെങ്കിൽ തന്നെ എനിക്ക് എന്ത് ചെയ്യണം, ഒരു ചെറിയൊരു SLOട് കൂടി മാർക്കറ്റിൽ എൻട്രി ചെയ്യാനുള്ള, അല്ലെങ്കിൽ ബിയറിഷ് സൈഡിലേക്ക് എൻട്രി ചെയ്യാനുള്ളൊരു എൻട്രി സെറ്റപ്പ് വേണം. സോ അതിൻ്റെ എൻ്റെ ഏറ്റവും ബെറ്റർ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ 1 minute ഞാൻ പോയി. 1 minute ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഈ ഒരു പോയിന്റ്, ഈ ഒരു ഏരിയയിലാണ് ഞാൻ ആ ട്രേഡ് അനാലിസിസ് ചെയ്ത് നിന്നത്. റൈറ്റ്, അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു പോയിന്റ് മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് വന്നു, ഇവിടുന്ന് ഒരു ബിയറിഷ് ക്യാൻഡിൽ എനിക്ക് കിട്ടി. റൈറ്റ്, ബിയറിഷ് ക്യാൻഡിൽ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ ഓക്കെ, ഇവിടുന്ന് എനിക്ക് ഒരു ഓർഡർ ബ്ലോക്ക് മാർക്കറ്റിൽ നേരത്തെ ഡൗൺ സൈഡിലേക്ക് പോയൊരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തിട്ടാണ് അത് താഴത്തേക്ക് വന്നിരിക്കുന്നത്. സോ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ
ഈ ഒരു പോയിന്റിൽ നിന്ന് ഡൗൺ സൈഡിലേക്ക് എൻട്രി എടുക്കാം. കാരണം എനിക്ക് വേണ്ട എന്താ, എൻ്റെ ഡയറക്ഷൻ എല്ലാം ഞാൻ ക്ലിയർ ആക്കി. ഇനി എനിക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു എൻട്രി മൊഡ്യൂളാണ്. എനിക്ക് പെട്ടെന്നൊരു ചെറിയ കൂടി മാർക്കറ്റിലെ ബിയറിഷ് സൈഡിലേക്ക് ട്രേഡ് എടുക്കാനുള്ള ഒരു എൻട്രി സെറ്റപ്പാണ് എനിക്ക് വേണ്ടത്. അതിനിവിടെ എനിക്കൊരു കൺഫർമേഷൻ കിട്ടി. എൻ്റെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്ന ഈ ഒരു ലിക്വിഡിറ്റി പോയിന്റ്, അതായത് നമ്മൾ നേരത്തെ വരച്ച ഒരു 2 hour ക്യാൻഡലിലെ ലോയുടെ ലിക്വിഡിറ്റി പോയിന്റ്, അതിനുശേഷം ഈ കാണുന്ന ലിക്വിഡിറ്റി പോയിന്റ്, ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സ്വിംഗ് ലോ, റൈറ്റ്. ഇതാണ് എൻ്റെ ലിക്വിഡിറ്റി പോയിന്റ്. ഇവിടെ നിന്ന് എനിക്ക് 2 കൺഫർമേഷൻ കിട്ടിയായിരുന്നു. ഒന്ന്, ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, ഒരു റിവേഴ്സൽ ക്യാൻഡിൽ എനിക്ക് തന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വേറൊരു സെറ്റപ്പ് കൂടെ ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്, റൈറ്റ്. അത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എന്ത് പറ്റി, ആ ഒരു സെയിം പോയിന്റിൽ പിന്നെയും മാർക്കറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അപ്പ് സൈഡിലേക്ക് വന്ന് ഒരു ലിക്വിഡിറ്റി പോയിന്റിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് മാർക്കറ്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് BPR, അതായത് ബാലൻസ് പ്രൈസ് റേഞ്ച് എന്ന് നമ്മൾ പറയും. അപ്പം ഇതിപ്പോൾ എനിക്ക് ഡബിൾ കൺഫർമേഷനാണ് വന്നിരിക്കുന്നത്. അതായത് ഈ റിവേഴ്സിൽ വന്നിരിക്കുന്ന ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്നാണ്, ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തിട്ട് പിന്നെയും അവിടെ സെല്ലേഴ്സിൻ്റെ പ്രസൻസ് ഒരു BPR ഫോമിൽ എനിക്ക് അവിടെ കിട്ടുന്നുണ്ട്, റൈറ്റ്. സോ ഇവിടുന്ന് എൻ്റെ ഒരു ഡൗൺ സൈഡ് എൻട്രി എന്തായി, ആക്റ്റീവായി എൻ്റെ മേലത്തേക്ക്, റൈറ്റ്. ഇപ്പം നമുക്ക് മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും നമ്മുടെ ഒരു മാക്സ് ടു മാക്സ് പ്രോഫിറ്റാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യാറുള്ളത്. എവിടം വരെ മാർക്കറ്റ് പോകുമെന്ന് അറിയത്തില്ല. അത് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ മാക്സിമം ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യും, മാർക്കറ്റ് താഴത്തേക്ക് വരുന്നതിനനുസരിച്ച് ട്രെയിലിംഗ് SL ചെയ്യും, റൈറ്റ്. സോ ഈ ഒരു ലെവൽ, അതായത് ഇവിടെ നിന്ന് അപ്സൈഡിലേക്ക് പോയി ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ, ഇവിടെ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ SL ഈ ഒരു പോയിന്റിൽ പ്ലേസ് ചെയ്തു, റൈറ്റ്. ഇനി ഞാൻ എന്ത് ചെയ്യും, അടുത്തത് ഇനി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു ലോ ബ്രേക്ക് ചെയ്യുന്നത് വരെ ഞാൻ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും. സോ ഇവിടെ വന്നു ഒരു ഒരു ലിക്വിഡിറ്റി ഗ്രാഫ് കണക്കാണ്. അതായത് ഈ ക്യാൻഡലിൽ താഴെ ക്ലോസ് ചെയ്തിട്ടില്ല. സോ താഴത്തേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തു. ഇതെന്താണ്, ഇവിടെ ഒരു ക്യാൻഡലിൻ്റെ ക്ലോസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നോക്കുമ്പോൾ എനിക്കൊരു റിവേഴ്സൽ കിട്ടിയിരിക്കുന്ന പോയിന്റ് ഇതാണ്. ഞാൻ ആ ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്തു, എൻ്റെ SL ട്രെയിൽ ചെയ്തു. മാർക്കറ്റ് റിവേഴ്സ് ആയി കഴിഞ്ഞപ്പോൾ ഇതെന്താണ്, നമ്മൾ പറഞ്ഞ കണക്ക് ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ്. അവിടെ നിന്ന് ലിക്വിഡിറ്റി എടുത്തു മാർക്കറ്റിന് അപ്പ് സൈഡിലേക്ക് ഒന്ന് മൂവ് ചെയ്യാനുള്ള ഒരു ലിക്വിഡിറ്റി ആവശ്യത്തിന് അവിടെ കിട്ടിയിട്ടുണ്ട്, റൈറ്റ്. മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത സമയത്ത് ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്തു, എൻ്റെ ട്രെയിലിംഗ് SL എടുത്ത് എക്സിറ്റായി. ക്ലിയർ ആയെന്ന് തോന്നുന്നു എല്ലാവർക്കും, റൈറ്റ്. ഇതാണ് ഞാൻ എതീരിയത്തിൽ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്ത ഒരു ട്രേഡ് പ്ലാൻ. ക്ലിയർ ഏകദേശം. ആ 1:2 1:3 മുകളിൽ നമുക്ക് അവിടെ നിന്നൊരു ട്രെയിൽ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്, ഓക്കെ.